ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 1976 റിലീസ് ചെയ്ത ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായ പുഷ്പശരത്തെക്കുറിച്ച് ഒരു സുഹൃത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പുഷ്പശരത്തിൻ്റെ കഥ പറയുന്നു. അത് അന്നത്തെ കാലത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതിൻ്റെ 50ാമത്തെ ദിവസം പോസ്റ്ററിൽ നിറയെ നസീർ സാറിൻ്റെ ഫോട്ടോ. അത് രണ്ട് തൊഴിലാത്ത ചെറുപ്പക്കാരുടെ കഥയാണ്. നസീർ സാറും അടൂർവാസിയും സുഹൃത്തുക്കൾ. അവരിങ്ങനെ ഒരു വലിയ നഗരത്തിൽ പോയിട്ട് അവിടെ തൊഴിലന്വേഷിച്ച് തൊഴിൽ കിട്ടാണ്ട് നിൽക്കുമ്പോൾ ഒരു ഇസ്തിരിക്കട തുടങ്ങും. ഇസ്തിരിക്കടയിൽ കുറേ ആൾക്കാർ ഇസ്തിരി ഇടാൻ കൊണ്ടുവരാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നസീർ സാർ ജയഭാരതിയും അടൂർവാസി ശ്രീലതയും ഇവർ വലിയ പൈസക്കാരെന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പോയി. അപ്പോൾ നല്ല ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇസ്തിരിടാൻ കൊടുത്ത ആളെ ഡ്രസ്സ് ഇട്ടിട്ട് പോക്കാം. ഒരു ദിവസം അടൂർവാസി ഇട്ടിട്ട് പോകും, ഒരു ദിവസം നസീർ സാർ ഇട്ടിട്ട് പോകും. പിന്നെ അങ്ങനെ വലിയ പൈസക്കാരൻ കോട്ടും സൂട്ടും നസീർ സാറിൻ്റെ അടുത്ത് ഇസ്തിരിടാൻ കൊടുക്കും. നസീർ സാർ അതും ഇട്ടിട്ട് പോകും ജയഭാരതിയെ സ്നേഹിക്കാൻ. അവിടെ ഒരു പാട്ടിലുണ്ട്, ചന്ദ്രിക ചാർത്തിൻ്റെ ചന്തം വിണ്ണിൽ ചന്ദനച്ചാറൊഴുകുന്നു, ഇന്ദുമുഖി നിൻ ചഞ്ചലമിഴിയിൽ ഇന്ദ്രനീലം കണ്ടു ഞാൻ എന്നെല്ലാം പറഞ്ഞൊരു പാട്ടാണ്. നല്ല പാട്ടാണ്, രസമായ പാട്ട്. അപ്പോൾ അടൂർവാസി വേറെ ഷർട്ടും പാൻറ്റിലിട്ടിട്ട് ഇവരെടുത്തും പോകും. ശ്രീലതനെ പ്രേമി ഒരു ദിവസം കോട്ട് സൂട്ട് ഇസ്തിരിടാൻ കൊടുത്ത ആൾ സമയത്തിന് വാങ്ങാൻ വരുമ്പോൾ കോട്ട് സൂട്ടും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ അടൂർവാസി ഇവർ ഇപ്പം തരാമെന്ന് പറഞ്ഞ് നിർത്തി വെക്കും. അയാൾ അന്ന് മൊബൈലൊന്നുമില്ലല്ലോ. പെട്ടെന്ന് വിളിച്ചിട്ട് വേണ്ട നസീറിനെ വിളിച്ചിട്ട് വേമ്പാട് ആൾ കാത്തിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സിക്കുകാരനായിട്ടത് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അടൂർവാസി ഒപ്പിച്ചിട്ട് അയാൾ വിടലാണ്. പിന്നീട് നസീർ സാർ ഓടി വരും, കോട്ടത്ത് കൊണ്ടിട്ട് അടയിച്ചു വെക്കും. അങ്ങനെ ഒരു നല്ലൊരു കോമഡി സീനിലുണ്ടായി. പിന്നെ നസീർ ബിരുദധാരിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാനേജറെ ജോലി കിട്ടും. ശ്രീവിദ്യ വലിയ പൈസക്കാരിയാണ്. അപ്പോൾ ശ്രീവിദ്യൻ്റെ വീട്ടിൽ മാനേജറായിട്ട് ഒരാൾ വേണം. അങ്ങനെ നസീർ സാറിന് അവിടെ ജോലി കിട്ടി. അപ്പോൾ ശ്രീവിദ്യൻ്റെ ഭർത്താവ് മരിച്ചു വരും, വിധവയാണ്. സോമനാണ് ഭർത്താവ്. സോമൻ ഡബിളാണ്, ചേട്ടനായി. അപ്പോൾ ചേട്ടനാണ് ശ്രീവിദ്യയുടെ ഭർത്താവ്, മരിച്ചു പോയത്. ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടാവും അവിടെ വെച്ചിട്ട്, കണ്ണടയിലും വെച്ചിട്ട് സോമൻ. അപ്പോൾ അനിയൻ സോമന് വലിയ കാര്യം. ഏട്ടൻ്റെ ഫോട്ടോയിലും തൊഴുതിട്ടേ പോകും വീട്ടിൽ വന്നാൽ. പക്ഷെ ഈ കമ്പനി നടത്തുന്നത് സോമനാണ്. അപ്പോൾ സോമൻ കുറേ പൈസ ഇവരുടെ അടുത്ത് അടിക്കും. അനിയൻ സോമൻ, ഏട്ടൻ മരിച്ചല്ലോ. പിന്നെ ശ്രീവിദ്യൻ്റെ അടുത്ത് പല ചെക്കും കാര്യങ്ങളുമായിട്ട് അടിക്കും. അപ്പോൾ അവിടുത്തെ ജോലിക്കാരനാണ് കുക്കാന്ന് SP പിള്ള നസീറിനോട് പറയും, ഇവൻ മഹാദുഷ്ടനാണ്, ഇവനുള്ള പൈസ എല്ലാം ഇവരെ നശിപ്പിച്ചെന്ന് പറയും. അതായത് ശ്രീവിദ്യക്ക് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ആക്സിഡൻറ്റിൽ മരിക്കും. അത് സോമൻ കൊന്നതെന്നാണ് SP പിള്ള പറയുന്നത്. അങ്ങനെ സംശയം സോമനാണ് കാറ് തട്ടിയിട്ടാണ് മരിക്കുന്നത് കുട്ടി. അത് വലിയ സങ്കടമാണ്. നസീർ സാറിനെ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. നല്ല പാട്ടിലുണ്ടാക്കി, ആരോമൽ പൈതലിനായി 1000 പൂക്കൾ വിരിഞ്ഞു എന്നുള്ള നസീർ സാർ പാട്ടുണ്ട്. അത് ശ്രീവിദ്യക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ SP പിള്ള നസീർ സാറിനോട് പറയും, ഇവനാന്ന് കൊന്നതെന്ന് പറയും. അപ്പോൾ നസീർ സാറ് സോമനെ വാച്ച് ചെയ്യും. സോമൻ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ പൈസ സൂട്ട് കേസിലായിട്ട് ബാങ്കിലടക്കാൻ പോകുന്ന പൈസയല്ല സോമൻ ഇവിടുന്ന് ബാങ്കിലടക്കുമെന്ന് പറഞ്ഞിട്ട് പൈസ നടക്കൂല. അങ്ങനെ ഒരു ദിവസം ഒരു മുഖം മൂടിയിട്ട് ഒരാൾ കള്ളം വീട്ടിൽ വരും, ഫുൾ കറുപ്പ് തുണിയിലിട്ടിട്ട്. അങ്ങനെ ഈ ഖജനാവ് തുറക്കാൻ പോകുമ്പോൾ, ഇരുമ്പ് വീട്ടി തുറക്കാൻ പോകുമ്പോൾ നസീർ ചാടി പോകും. പിന്നെ അവിടെ നിന്ന് ഫൈറ്റാണ്. പക്ഷേ ലാസ്റ്റ് അയാൾ മുഖം മൂടി അയക്കാൻ നോക്കുമ്പോൾ കയ്യില്ല, ഓടിക്കളി. പിറ്റേന്ന് SP പിള്ള പറയും അത് അവനാന്ന് പറയും, സോമനാന്ന് പറയും. പിന്നെ ക്ലൈമാക്സിൽ ഈ വീണ്ടും ഈ മുഖം മൂടിയക്കാരന് കിട്ടും. പിന്നാലെ ഓടിയിട്ട് മുഖം മൂടിക്കാരനെ അടിയാണ് ഭയങ്കര ഫൈറ്റ്. പിന്നെ അന്ന് രക്ഷപ്പെടാൻ വിടൂല. നസീർ സാറ് അവൻ്റെ മുഖം മൂടി അയക്കും. നോക്കുമ്പോൾ അത് SP പിള്ളയാണ്. അപ്പോൾ SP പിള്ളയെന്ന് വില്ലൻ സോമനെ വെറുതെ പറഞ്ഞു. അപ്പോൾ സോമൻ നിരവരാതിയാണ്. സോമൻ വന്നിട്ട് നസീർ സാറിനോട് പറയും, ഞാൻ എൻ്റെ ചേട്ടനെ അപ്പോൾ മരിച്ച ശേഷം ഇവരെ ചേട്ടത്തി അമ്മയെ ഹെൽപ്പ് ചെയ്തല്ല ഞാനാണ്. അപ്പോൾ അതുവരെ വില്ലൻ വിചാരിച്ച സോമൻ നല്ല ആളും SP പിള്ള ഈ വില്ലനും. അപ്പോൾ ഈ ശ്രീവിദ്യയുടെ കുട്ടിയെ കൊന്നതല്ല SP പിള്ളയാണ്. അങ്ങനെ പിടിക്കും. അവസാനം ശ്രീവിദ്യ നസീർ സാറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാവും. ശ്രീവിദ്യൻ്റെ വിചാരം നസീർ സാറിന് ശ്രീവിദ്യയോട് സ്നേഹമുണ്ടെന്ന്. ശ്രീവിദ്യക്ക് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ശ്രീവിദ്യ ഉറപ്പിച്ച് നസീർ സാറിനെ കല്യാണം കഴിക്കാൻ.
അപ്പോൾ നസീർ സാർ ശ്രീവിദ്യയോട് പറഞ്ഞു, എനിക്ക് വേറെ പിന്നെ ഞാൻ വേറെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ശ്രീവിദ്യ ഞെട്ടിപ്പോയി. അങ്ങനെ ശ്രീവിദ്യക്ക് വല്ലാണ്ട് സങ്കടം. നസീർ സാർ പറയും, പിന്നെ നിവൃത്തിയില്ല, കാരണം ഞാൻ ആദ്യം സ്നേഹിച്ചു, ജയഭാരതിയെ സ്നേഹിച്ചു. അങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് SP പിള്ളേനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ വാസി നസീറായിട്ട് ഒരുപാട് കോമഡി ഉണ്ട്. തൊഴിലില്ലാത്ത സമയത്ത് ഞാൻ ഏകദേശം കുറച്ച് പറഞ്ഞു. ഓക്കെ.